നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത്രയധികം ബിസിനസ് ഐഡിയകളുള്ള ദേവിക ഒരിക്കലും ഈ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ദേവിക ഓഫീസിലേക്ക് വരണം. ഓഫീസിന്റെയും നമ്മുടെ കമ്പനിയുടെയും ഉത്തരവാദിത്വം ദേവിക ഏറ്റെടുക്കണം. അഭി, എന്തുപറ്റി? നീ എന്താ ആഹാരം കഴിക്കാതിരിക്കുന്നത്? എന്തുപറ്റി മോനെ? ഏയ് ഒന്നുമില്ല. അത് വെറുതെ. ഒന്നുമില്ലാതെ നീ ഇങ്ങനെ ഇരിക്കില്ല. എന്താടാ പ്രശ്നം? അബി, എന്താ എന്താ പ്രയാസം? മോനെ അഭി, എന്ത് ഇഷ്യൂ ആയാലും നീ ഇത് ഞങ്ങളോട് പറയേ. നമുക്കതിന് സൊല്യൂഷൻ കാണാൻ പറ്റുമോ നോക്കാം. നിന്റെ ഭാവം കണ്ടിട്ട് ഇതൊരു നിസ്സാര പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാ ചോദിക്കുന്നേ. മനസ്സിൽ വെക്കാതെ തുറന്നു പറയേ. നമ്മുടെ പാൽപ്പൊടി ബിസിനസ് ഞാൻ കാരണം നഷ്ടത്തിലാവുന്ന തോന്നുന്നത്. എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എനിക്ക് നല്ല രീതിയിൽ നടത്തിയെടുക്കാൻ സാധിച്ചില്ല. ആ ബിസിനസ് ഇപ്പോ ആകെ ഡള്ളായിരിക്കുക. വളരെ വലിയൊരു വീഴ്ചയാണ് നമുക്ക് മാർക്കറ്റിൽ സംഭവിച്ചിരിക്കുന്നത്. ദിവസം തോറും നഷ്ടത്തിലേക്ക് നീങ്ങുന്ന ബിസിനസ് എങ്ങനെ വീണ്ടെടുക്കണമെന്ന് എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ പാൽപ്പൊടിക്ക് മാർക്കറ്റിൽ വേണ്ടത്ര മൂവ്മെന്റ് ഇല്ലായിരുന്നത് ഞാനും ശ്രദ്ധിച്ചിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷൻ ഇംപ്രൂവ് ചെയ്തെടുക്കുന്ന ഞാൻ കരുതിയിരുന്നത്. അതുകൊണ്ടാ ഞാൻ ഇതിനെക്കുറിച്ച് അബിയോട് ഡിസ്കസ് ചെയ്യാതിരുന്നത്. നഷ്ടത്തിലേക്ക് പോകുന്ന ബിസിനസ് ഉയർത്തിക്കൊണ്ട് വരാൻ വേണ്ടി ഞാൻ പല പദ്ധതികളും പ്ലാൻ ചെയ്തു. പക്ഷേ അതൊന്നും വർക്കൗട്ട് ആയില്ല. ഇനി എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഒരെത്തുമ്പടിയും കിട്ടുന്നില്ല. ഞാനാകെ ടെൻഷനില്ല. മോനെ, ബിസിനസ് ആവുമ്പോ ഉയർച്ചയും താഴ്ചയൊക്കെ സ്വാഭാവികമാണ്. മോൻ ടെൻഷൻ ആവാതിരിക്കുക. നമുക്കിതിനെല്ലാം പരിഹാരം കാണാം. അഭി, മോനിപ്പോ ആഹാരം കഴിക്കും. നീ ആദ്യം ആഹാരം കഴിക്കടാ. കഴിക്കടാ. അതെ, ഇതെന്താ ഇത്രയും ചെറിയ സ്പൂണിൽ കറി വിളമ്പുന്നത്? ഈ സ്പൂണിലാണ് കറി വിളമ്പുന്നതെങ്കിൽ രാവ് വെളുത്താലും കറി വിളമ്പി തീരുമൊന്നുമില്ല. ഞാൻ ആഹാരം കഴിച്ച് എഴുന്നേൽക്കുകയില്ല. അതുകൊണ്ട് കുറച്ചുകൂടി വലിയ സ്പൂണിലെ ചേച്ചി കറി വിളമ്പണം. അഭിഷേക് ബിസിനസിന്റെ നഷ്ടം നികത്താൻ എന്താ വഴിയെന്ന് ചിന്തിച്ചോണ്ടിരിക്കല്ലേ? കച്ചവടം തിരികെ പിടിക്കാനുള്ള വഴി ആലോചിക്കല്ലേ? ഇതാണ് അഭിഷേകിന്റെ പ്രശ്നത്തിനുള്ള ശരിയായ ഉത്തരം. ഞാൻ പറഞ്ഞത് അഭിഷേകിന് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഇല്ല, ചേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ മഹേട്ടാ? മഹേട്ടിന് മനസ്സിലായോ? എനിക്ക് മനസ്സിലായിട്ടില്ല. ദേവിക എന്താ ഉദ്ദേശിച്ചത്? എന്റെ ഉത്തരം വളരെ ലളിതമാണ്. പാൽപ്പൊടിയുടെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പാൽപ്പൊടി ടിന്നിനൊപ്പം ഒരു സ്പൂൺ കൂടി സൗജന്യമായിട്ട് നൽകുക. സ്പൂൺ സൗജന്യമായിട്ട് കൊടുത്താൽ നമ്മുടെ കസ്റ്റമേഴ്സിന് കൃത്യം അളവിൽ പാൽപ്പൊടി ഉപയോഗിക്കാൻ സാധിക്കും. ഒപ്പം സ്പൂണ് കൊടുക്കുന്നതിലൂടെ നമുക്ക് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ആകർഷിക്കാനും സാധിക്കും. നമ്മൾ സ്പൂൺ സൗജന്യം നൽകിയാൽ സ്പൂൺ കൊടുക്കാതെ മാർക്കറ്റിൽ ലഭ്യമാകുന്ന മറ്റ് കമ്പനികളുടെ പാൽപ്പൊടികൾ കസ്റ്റമേഴ്സിൽ ഭൂരിഭാഗവും ഉപേക്ഷിക്കും.
പക്ഷെ സ്പൂൺ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ചെറിയ സ്പൂണുകൾ കൊടുക്കരുത്. വലിപ്പമുള്ള സ്പൂണുകൾ വേണം സൗജന്യമായി നൽകേണ്ടത്. വലിപ്പമുള്ള സ്പൂണുകൾ പാൽപ്പൊടിക്കൊപ്പം സൗജന്യമായി നൽകിയാൽ കസ്റ്റമേഴ്സ് പാൽപ്പൊടി ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടും. നമ്മുടെ ബിസിനസ് പുരോഗതി പ്രാപിക്കും. അപ്പോ സ്വാഭാവികമായും പാൽപ്പൊടിയുടെ പ്രൊഡക്ഷനും നമുക്ക് വർദ്ധിപ്പിക്കേണ്ടി വരും. നഷ്ടത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ബിസിനസ് പെട്ടെന്ന് ലാഭത്തിലേക്ക് ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. ഇതൊരു ഉഗ്രൻ ഐഡിയ ആണല്ലോ. കൺഗ്രാറ്റുലേഷൻസ് ദേവി ചേച്ചി. ഈ ഐഡിയ ഉറപ്പായും വിജയിക്കും. നമുക്ക് വീണ്ടും മാർക്കറ്റ് പിടിച്ചെടുക്കാനും സാധിക്കും. ബിസിനസ് ലാഭത്തിലും ആവും. അതിന് യാതൊരു സംശയവും വേണ്ട. ബിസിനസ്സിലെ വലിയൊരു പ്രശ്നത്തെ ഒരു സ്പൂൺ കൊണ്ട് എത്ര ലളിതമായ ദേവിക പരിഹരിച്ച്. ദേവികയുടെ ബുദ്ധിയെ സമ്മതിക്കണം. നമുക്കാർക്കും ഇങ്ങനെ ഒരു ആശയം തോന്നിയില്ലല്ലോ. കസ്റ്റമേഴ്സ് ആണ് രാജാക്കന്മാര്. നമ്മൾ അവരുടെ മനസ്സ് തിരിച്ചറിഞ്ഞ് ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്താൽ ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഒരിക്കലും കസ്റ്റമേഴ്സ് തിരസ്കരിക്കില്ല. അവർ ഇരു കൈ നീട്ടി സ്വീകരിക്കും. ഇത്രയധികം ബിസിനസ് ഐഡിയകളുള്ള ദേവിക ഒരിക്കലും ഈ വീടിനുള്ളിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പാടില്ല. ദേവിക ഓഫീസിലേക്ക് വരണം. ഓഫീസിന്റെയും നമ്മുടെ കമ്പനിയുടെയും ഉത്തരവാദിത്വം ദേവിക ഏറ്റെടുക്കണം. അയ്യോ സർ, അത് ഒന്നും ഇങ്ങോട്ട് പറയണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാ മതി. ഞാനാണ് പറയുന്നത്. അതെ, അത് മതി. ബിസിനസ്സിൽ ഇത്ര ഉൾക്കാഴ്ചയുള്ള ദേവിക നമ്മുടെ ബിസിനസ്സിനൊരു മുതൽക്കൂട്ടാ. അത് ഞങ്ങൾക്ക് പാഴാക്കാൻ പറ്റില്ല. നാളെ മുതൽ ദേവിക ഓഫീസിലേക്ക് വരണം. അതെ ചേച്ചി, നാളെ മുതൽ ചേച്ചി ഓഫീസിലേക്ക് വരണം. അത് അതെ, വന്നാൽ മാത്രം പോരാ. ഇതുപോലുള്ള ഐഡിയകൾ ഞങ്ങളെ പഠിപ്പിക്കുകയും വേണം. ദേവിക ഓഫീസിലേക്ക് പോകാൻ തുടങ്ങിയ സിദ്ധുവിന്റെ കാര്യങ്ങൾ പിന്നെ ആരാ നോക്കുന്നത്? സിദ്ധുവും ദേവികയുടെ കൂടെ ഓഫീസിൽ പോട്ടെ. അപ്പൊ ആ വിഷയത്തിന് പരിഹാരമാവുമല്ലോ. അവളെ വീട്ടിലിരുത്താൻ നമ്മൾ സകല പണികളും ഒപ്പിച്ചെങ്കിലും ഇപ്പൊ അതെല്ലാം പൊളിഞ്ഞ് പാളീസായി പോയില്ലേ? ഇപ്പൊ ദേവിയയ്ക്ക് അവളുടെ ഇഷ്ടാനുസരണം പുറത്തു പോകാനും അവളുടേതായ രീതിയിൽ എല്ലാ തോന്നിവാസങ്ങളും നടത്താനുള്ള അവസരമല്ലേ കിട്ടിയിരിക്കുന്നേ. ഇനി എന്ത് ചെയ്യും? ഇപ്പൊ തന്നെ അവൾക്ക് അന്ന് നമ്മൾ ഏർപ്പെടുത്തിയ ഗുണ്ടകളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടിക്കഴിഞ്ഞു. അവളിനെ ഓഫീസിൽ സ്ഥിരമായി പോയി തുടങ്ങിയ നമ്മളെ കുറിച്ച് മറ്റാർക്കും അറിയാത്ത പലതും അവൾ അറിയാൻ സാധ്യതയുണ്ട്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.